ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഉച്ചയായപ്പം ചോറുണ്ണണം. ചോറിന്ന് വെച്ചില്ല, ഇന്നലത്തെ ചോറാണ്. നമ്മൾ കൊളുത്തെന്നൊക്കെ പറയും. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി കറി നോക്കുമ്പോൾ എണ്ണയില്ല. പിന്നെ നമുക്ക് അങ്ങനെ വേറൊരു സാധനം കൂടി എടുക്കണം. മഞ്ഞപ്പൊടിയില്ല, പച്ചമഞ്ഞൾ കയറുന്നു. അപ്പോൾ നമ്മൾ ഈ മീനിനെ നമ്മൾ കുട്ടൻ മീൻ എന്ന് പറയും. ഇതിപ്പോൾ നമ്മൾ എണ്ണയില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ചമ്മന്തി ചെയ്യാൻ വേണ്ടിയാണ്. ഇതുണ്ടോ, ചമ്മന്തി പൊടിക്കാനാണ്. ഇതുണ്ടോ, കുട്ടൻ മീനാണ് കേട്ടോ. പിന്നെ ഒന്ന് ഞാൻ നേരത്തെ ചുട്ട് വെച്ചുകൊണ്ട്, അപ്പോൾ ഇത് നമുക്ക് ചൂടണം ആദ്യം. ഇത് നല്ല കാന്താരിയാണ്. പിന്നെ നമുക്ക് പച്ചമഞ്ഞൾ എടുക്കാൻ പോകണം. നമുക്ക് ആദ്യം പച്ചമഞ്ഞൾ എടുക്കാൻ പോകാം. ഞാൻ കാണിച്ചു തരാം. പച്ചമഞ്ഞൾ എടുക്കാൻ എങ്ങോട്ട് നമ്മുടെ താഴെ ഉണ്ട്, കാണിച്ചു തരാം. നമ്മൾ മഞ്ഞളിൻ്റെ അടുത്ത് എത്തിയേ നമുക്ക് എടുക്കാം. മഞ്ഞൾ എടുക്കാം. ചെറുത്ത് മതി. നമ്മൾ മഞ്ഞപ്പൊടി മേടിക്കുമല്ലോ. മഞ്ഞളെടുത്തു. കുറേ മഞ്ഞളുണ്ട് കേട്ടോ. നമുക്ക് കഴിഞ്ഞ ദിവസം ഉണക്കാനൊക്കെ കിട്ടി. നമ്മുടെ മീൻ ചൂടാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ലോണം കരിയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇവർക്ക് വറുത്താലും പിന്നെ ചുട്ടാലൊക്കെ ഇവർക്ക് അങ്ങനെ മൊരിയും കരിയൊന്നും വേണ്ട. പക്ഷെ ഇത് നല്ലോണം കരിയെന്ന് വെച്ചാൽ അങ്ങ് കരിയാവരുത്. പിന്നെ ഇതുണ്ടോ, തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് ചുട്ടെടുക്കണം. അടുക്കി നമുക്ക് കഴുകിയും കൂടി എടുക്കണം. ഒന്ന് താഴെ പോയി. എന്തായാലും ഞാൻ ചുട്ടിട്ട് നമുക്കിത് കൊണ്ടുപോയിട്ട് എനിക്ക് അരച്ച് കാണിക്കാം. ഒക്കെ ചുട്ട് കഴുകി ഞാൻ ഇലയിലാക്കി വെച്ചിട്ടുണ്ട്. മീൻ നല്ല കാന്താരി. ഇതുണ്ടോ, ഇത്രയും മഞ്ഞൾ ഇത്രയും മതി കേട്ടോ. അത് മൊത്തമൊന്നും വേണ്ട. നമുക്കിനി അരക്കാൻ തുടങ്ങാം. ഇതുണ്ടോ, അതിൻ്റെ ചീനച്ചട്ടി നമ്മൾ അരക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. നമ്മൾ മിക്സിയിലല്ല ഇത് അരക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം അത് അരക്കുന്നത് എങ്ങനെയാണ്. നമ്മുടെ മഞ്ഞൾ, കാന്താരി, ഇത്ര കാന്താരി ഇതുണ്ടോ, ഇങ്ങനെയൊക്കെ നല്ല കഴുകി വെച്ചാണ്. അപ്പോൾ നമുക്ക് അരക്കാൻ തുടങ്ങാം. ഇതിലിപ്പോൾ വേണമെങ്കിൽ നമുക്ക് തേങ്ങ ചേർക്കാം. ഇത് നല്ല ഉണക്ക കുട്ടനാണ് കേട്ടോ. ഇപ്പോൾ ഉണങ്ങി വരുന്ന കേട്ടോ. മഴക്കാലമായിട്ട് വെള്ളമുണ്ട്. ഉണങ്ങി വരുമ്പോഴാണ് ടേസ്റ്റ് കുട്ടൻ മീൻ. പിന്നെ നമുക്ക് തക്കാളി, തേങ്ങ ഇതൊക്കെ ചേർത്ത് നല്ല ചാറ് കറി വെക്കാം. ഇതിപ്പം ഈ മഞ്ഞളും ഇതും കൂടെ കണ്ടോ, മഞ്ഞപ്പൊടി തീർന്നു പോയി. അതുകൊണ്ടാണ് പച്ചമഞ്ഞളിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. മതി. ഇന്ന് വേണപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ചേർക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ കഴുകിയൊക്കെ വെച്ചാണ് ഞാൻ കളഞ്ഞിട്ട്. അപ്പോൾ ഈ മീനും കൂടെ നമ്മൾ മുള്ളൊക്കെ സൂക്ഷിച്ച് തിന്നണം. ചിലപ്പോൾ മുള്ളൊക്കെ പെടും. ഇതുണ്ട്, ഇതുപോലെ അടർത്തി ഇടണം. പിന്നെ ഇപ്പോൾ എനിക്ക് കഞ്ഞിവെള്ളം ഇല്ല ഒഴിക്കാൻ. അതായത് നമ്മൾ ഇന്നലത്തെ ചോറാണ്. അതുകൊണ്ട് കഞ്ഞിവെള്ളം കൂടെ നമ്മൾ ചേർത്ത നല്ലതാണ്. നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം. ഇതുണ്ട്, ഇത്രയും കൂടെ ആക്കിയിട്ട് ഇന്നിപ്പോൾ അമ്മ പുറത്ത് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അമ്മ ഇതരച്ച് ഇവിടെ വെക്കും. ഇപ്പം എണ്ണ തീർന്നാണ് കേട്ടോ. ഇന്നലെ തീർന്നാണ്, ഇനി മേടിക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിത് വറുത്തിട്ട് അങ്ങനെ ചോറ് തിന്നുമായിരുന്നു. ഇതും കൂടെ ആയ നിങ്ങളുടെ മീനും കൂടെ കൂട്ടി ഇത് അരയുമ്പോൾ ഒരു സ്മെല്ല് വരും.